ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡി സി ചോപ്പറിനെ ബേസ് ചെയ്തിട്ടുള്ള ബേസിക് കൺസെപ്റ്റ്സും അതുപോലെ വർക്കിങ്ങും എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ പർട്ടിക്കുലർ സെക്ഷനിൽ നിന്ന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പവർ ഇലക്ട്രോണിക് ഡിവൈസ് വിച്ച് കൺവേർട്സ് കോൺസ്റ്റന്റ് ഡി സി വോൾട്ടേജ് ടു വേരിയബിൾ ഡി സി വോൾട്ടേജ്. എന്താണ്? ഓപ്ഷൻ സി, ചോപ്പർ. ചോപ്പർ തുടങ്ങിയപ്പോഴേ നമ്മൾ പറഞ്ഞ ഡെഫിനേഷൻ അല്ലേ അത്? കോൺസ്റ്റന്റ് ഡി സി വോൾട്ടേജിനെ വേരിയബിൾ ഡി സി വോൾട്ടേജ് ആക്കുന്ന പവർ ഇലക്ട്രോണിക് ഡിവൈസ് ആണ് എന്ത്? ചോപ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ഓപ്ഷൻ? ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബക്ക് കൺവേർട്ടർ ഇസ് യൂസ്ഡ് ആസ്. ബക്ക് കൺവേർട്ടർ എന്ന് പറയുമ്പോഴേ എന്ത് ഓർമ്മ വരണം? സ്റ്റെപ്പ് ഡൗൺ കൺവേർട്ടർ ആണത്. സ്റ്റെപ്പ് അപ്പിന് നമ്മൾ പറയുന്ന പേരെന്തായിരുന്നു? ബൂസ്റ്റ് കൺവേർട്ടർ ആണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, സ്റ്റെപ്പ് ഡൗൺ എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the continuous or discontinuous mode of conduction of chopper is influenced by. അപ്പോൾ മോഡ് ഓഫ് കണ്ടക്ഷൻ കണ്ടിന്യൂസ് ആയാലും ഡിസ്കണ്ടിന്യൂസ് ആയാലും ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? സ്വിച്ചിങ് ഫ്രീക്വൻസി, ഡ്യൂട്ടി റേഷ്യോ, ഇൻഡക്റ്റൻസ് ആൻഡ് റെസിസ്റ്റൻസ് വാല്യൂസ്. ഓൾ ഓഫ് ദ എബവ് ആണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സ്റ്റെപ്പ് അപ്പ് ചോപ്പർ ഹാസ് ഇൻപുട്ട് വോൾട്ടേജ് ഓഫ് 100 വോൾട്ട്. വി ഇൻ ഇസ് ഈക്വൽ ടു 100 എന്നാണ് തന്നിട്ടുള്ളത്. ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് 250 വോൾട്ട്. വി ഔട്ട് നമുക്ക് തന്നിട്ടുണ്ട് 250 വോൾട്ട്. വി ഇന്നിനെ നമ്മൾ പഠിച്ച ഇക്വേഷനിൽ പറയുകയാണെങ്കിൽ വി എസ് എന്ന് ഡിനോട്ട് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഓൺ ടൈം ഓഫ് ചോപ്പർ എന്ന് പറയുന്നത് 75 മൈക്രോ സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ് ഇൻ മൈക്രോ സെക്കൻഡ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം സ്റ്റെപ്പ് അപ്പ് ചോപ്പറിന്റെ കേസിൽ ഇക്വേഷൻ എന്താണ്? വി ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു വി എസ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ഡി എന്നുള്ളതല്ലേ. ഇവിടെ ഡിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 1 മൈനസ് ഡി വിൽ ബി ഈക്വൽ ടു വി എസ് ബൈ വി നോട്ട് ആണ്. വി എസ് എന്ന് പറയുന്നത് 100ഉം വി നോട്ട് എന്ന് പറയുന്നത് 250 ആണ്. വിച്ച് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? 0.4 ആയിരിക്കും. Implies D is equal to 1 minus 0.4 which is equal to 0.6. ഡിയുടെ വാല്യൂ കിട്ടി. അപ്പൊ നമുക്ക് ഡ്യൂട്ടി സൈക്കിൾ കിട്ടി. പിന്നെ നമുക്കറിയാവുന്ന റിലേഷൻ എന്താണ്? ഡ്യൂട്ടി സൈക്കിൾ ഇസ് ഈക്വൽ ടു ടി ഓൺ ഡിവൈഡഡ് ബൈ ടി ആണെന്ന് അറിയാം. ഇല്ല, അൺനോൺ ഏതാണ്? ടൈം പീരീഡ് മാത്രമാണ്. അപ്പൊ ടി ഓൺ ഡിവൈഡഡ് ബൈ ഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈം പീരീഡ് കിട്ടില്ലേ? ടി ഓൺ എത്രയാണെന്ന് തന്നിട്ടുള്ളത്? 75 ഡിവൈഡഡ് ബൈ 0.6 വരും. which will be equal to 125 microsecond. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ് വരിക? ഓപ്ഷൻ എ, 125 microsecond. എളുപ്പല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ ഇസ് ഓപ്പറേറ്റഡ് ഇൻ കണ്ടിന്യൂസ് കണ്ടക്ഷൻ മോഡ് ഇൻ സ്റ്റഡി സ്റ്റേറ്റ് വിത്ത് എ കോൺസ്റ്റന്റ് ഡ്യൂട്ടി സൈക്കിൾ റേഷ്യോ ഡി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റിലേഷൻ ബിറ്റ്വീൻ ഔട്ട്പുട്ട് വോൾട്ടേജ് വി നോട്ട് ആൻഡ് ഇൻപുട്ട് വോൾട്ടേജ് വി എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം സ്റ്റെപ്പ് ഡൗൺ ചോപ്പറിന്റെ കേസിൽ വി ഔട്ട് ഇസ് ഈക്വൽ ടു എന്താണ്? ഡി ഇൻറ്റു വി എസ് ചെയ്തതാണ്. ഇവിടുത്തെ കേസിൽ വി എസിന് പകരം തന്നിട്ടുള്ളത് വി ഇൻ എന്നാണ്. അപ്പൊ ഡി ഇൻറ്റു വി ഇൻ ചെയ്തായിരിക്കും. അതായത് വി ഔട്ടും വി ഇന്നും തമ്മിലുള്ള റേഷ്യോ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ വരിക? ഡ്യൂട്ടി സൈക്കിൾ അല്ലേ വരിക. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എന്താ വരിക? ഓപ്ഷൻ എ, ഡി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഒരു 4 സ്റ്റേറ്റ്മെന്റ് നമുക്ക് തന്നിട്ടുണ്ട്. അതില് വിച്ച് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് നോക്കാം. ടൈപ്പ് എ ചോപ്പർ ഇസ് ഓൾസോ കോൾഡ് ആസ് സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ. ഇറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. നമ്മൾ ടൈപ്പ് എ ചോപ്പർ പഠിച്ചിരുന്നപ്പോൾ അതിന്റെ കീ പോയിന്റ്സിൽ നോട്ട് ചെയ്തിട്ടുള്ള പോയിന്റ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എ സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ. ടൈപ്പ് ബി ചോപ്പർ ആണെങ്കിൽ ഏതാണ്? സ്റ്റെപ്പ് അപ്പ് ചോപ്പർ ആണ്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റും എന്താണ്? ട്രൂ ആണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, 2 quadrant type A chopper always have a positive voltage. 2 quadrant type A ചോപ്പറിന്റെ കേസിൽ വരുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണ് വരുന്നത്. ക്വാഡ്രന്റ് ഓപ്പറേഷൻ വരുന്നത് ഇങ്ങനെയാണ്. അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി ഓൾവേസ് പോസിറ്റീവ് ആൻഡ് കറന്റ് ക്യാൻ ബി നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം, അല്ലേ? അപ്പോ ഇതാണ് ക്ലാസ് സിയുടെ കേസിൽ വരുന്നത്. ക്ലാസ് സിയിലെ നമ്മൾ 2 ക്വാഡ്രന്റ് ടൈപ്പ് എ ചോപ്പർ എന്ന് പറയുന്നത്.
അപ്പൊ അതിന്റെ കേസിൽ വോൾട്ടേജ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും എന്ന് പറയുന്നത് എന്താണ്, ഒരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ടു ക്വാഡ്രന്റ് ടൈപ്പ് ബി ചോപ്പർ എന്ന് പറയുന്നത് ഈ ഓപ്പറേഷൻ ആണ് അല്ലെ. അതിന്റെ കേസിൽ എന്താണ് വരുന്നത്, കറണ്ട് ഓൾവേസ് പോസിറ്റീവും വോൾട്ടേജ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആവാം. അപ്പോ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇവിടെ റോങ് ഉള്ളത്. അപ്പൊ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെയാ, 1, 2 and 3. അപ്പൊ ഓപ്ഷൻ എന്ത് വരും, ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the chopper frequency of following circuit is 2000 Hz ആണെന്ന് തന്നിരിക്കുന്നു. ദ ഓൺ ആൻഡ് ഓഫ് പീരീഡ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇൻപുട്ട് അറിയാം, വി ഇൻ ഇസ് ഈക്വൽ ടു 220 വോൾട്ട് ആണ്. വി ഔട്ട് ഇസ് ഈക്വൽ ടു 150 വോൾട്ട് ആണ്. അതായത് ഇത് ഏത് തരം ചോപ്പർ ആണ്, ഇൻപുട്ടിനേക്കാൾ കുറവാണ് വരുന്നത്. അതായത് സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ ആണെന്ന് മനസ്സിലായില്ലേ. സ്റ്റെപ്പ് ഡൗൺ ചോപ്പറിന്റെ കേസിൽ നമുക്ക് ഇക്വേഷൻ എന്താണ്, വി ഔട്ട് ഡിവൈഡ് ബൈ വി ഇൻ ഇസ് ഈക്വൽ ടു ഡി, വിച്ച് ഇസ് ഈക്വൽ ടു വി 150 ഡിവൈഡഡ് ബൈ 220 വരും അല്ലെ, വിച്ച് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.6818. ഓക്കെ, ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുക 0.6818 ആണ്. ടി ഓണും ടി ഓഫും കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഇന്ന് ടോട്ടൽ ടൈം പീരീഡ് നമുക്ക് കണ്ടുപിടിച്ചൂടെ. അപ്പോ ടോട്ടൽ ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു 1 ബൈ ഫ്രീക്വൻസി എന്ന് എഴുതി കൂടെ, വിച്ച് ഇസ് ഈക്വൽ ടു 1 ബൈ 2 ഇൻറ്റു 10⁻³ വരും. മുകളിൽ പോകുമ്പോൾ എന്താണ്, 0.5 മില്ലി സെക്കൻഡ്, വിച്ച് ഈസ് ഈക്വൽ ടു 500 മൈക്രോ സെക്കൻഡ് എന്ന് എഴുതാം. എന്താണ് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്, ടി ഓൺ ഡിവൈഡഡ് ബൈ ടി ചെയ്തതാണ് ഡി എന്ന് പറയുന്നത്. ഇംപ്ലൈസ് ടി ഓൺ ഇസ് ഈക്വൽ ടു ഡി ഇൻറ്റു ടി ചെയ്തതായിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു 0.6818 ഇൻറ്റു 500 മൈക്രോ സെക്കൻഡ് ചെയ്തതായിരിക്കും. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്, ടി ഓണിന്റെ വാല്യൂ 340.9 മൈക്രോ സെക്കൻഡ് ആണ്. ഇനി ടി ഓൺ കിട്ടിക്കഴിഞ്ഞാൽ ടി ഓഫ് കണ്ടുപിടിക്കാൻ അറിയില്ലേ, കാരണം നമുക്ക് ടോട്ടൽ ടൈം പീരീഡ് അറിയാം. ടോട്ടൽ ടൈം പീരീഡ് ഓൺ ആയിട്ടുള്ള ടൈം പീരീഡ് കുറച്ച് കഴിഞ്ഞാൽ ടി ഓഫ് ആയില്ലേ, ടി മൈനസ് ടി ഓൺ ചെയ്യുക, വിച്ച് വിൽ ബി ഈക്വൽ ടു 159.1 മൈക്രോ സെക്കൻഡ്. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ്. 340.9 മൈക്രോ സെക്കൻഡ് ടി ഓണും ടി ഓഫ് എന്ന് പറയുന്നത് 159.1 മൈക്രോ സെക്കൻഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫക്റ്റീവ് ഇൻപുട്ട് റെസിസ്റ്റൻസ് ഓഫ് എ ചോപ്പർ സ്റ്റെപ്പ് ഡൗൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് വിത്ത് റെസിസ്റ്റീവ് ലോഡ് ആർ ഓം വിൽ ബി. സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ ആയതുകൊണ്ട് നമുക്കറിയാം വി ഔട്ട് ഇസ് ഈക്വൽ ടു ഡി ഇൻറ്റു വി എസ് ചെയ്തതായിരിക്കും. കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് കറണ്ടിനെ നമുക്ക് എങ്ങനെ എഴുതാം, വി നോട്ട് ഡിവൈഡഡ് ബൈ ആർ എന്ന് എഴുതിക്കൂടെ. റെസിസ്റ്റീവ് ലോഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഡി ഇൻറ്റു വി എസ് ഡിവൈഡഡ് ബൈ ആർ എന്ന് വരും. ഇൻപുട്ട് കറണ്ട് ഐനെ നമുക്ക് എങ്ങനെ എഴുതാം, ഡി ടൈംസ് ഐ നോട്ട് ആണെന്ന് എഴുതാം. റെസിസ്റ്റീവ് ലോഡാണ്, കറണ്ട് ഫ്ലോ ലോസ് വോൾട്ടേജ് ആണ് വരിക. അതുകൊണ്ട് തന്നെ ഡി ഇൻറ്റു ഐ സീറോ എന്ന് എഴുതാൻ പറ്റും. ഡി ഇൻറ്റു I0 which is equal to D ഇൻറ്റു I0യുടെ വാല്യൂ ഇവിടെ കിട്ടിയിട്ടുള്ള ഡി വി എസ് ബൈ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വിച്ച് ഇസ് ഈക്വൽ ടു ഡി സ്ക്വയർ വി എസ് ഡിവൈഡഡ് ബൈ ആർ എന്ന് വരും അല്ലേ. ഡി എന്ന് പറയുന്നത് എന്താണ്, ഡ്യൂട്ടി സൈക്കിൾ ആണ് കേട്ടോ. അപ്പൊ ഐൻ നമുക്ക് കിട്ടി, വിൻ നമുക്കറിയാം. വി എന്ന് പറയുന്നത് വിൻ തന്നെയാണ്, വി എസ് എന്ന് എടുത്തിട്ടുണ്ട്, അതിനെ വിൻ തന്നെയാണല്ലോ നമ്മൾ പ്രസന്റ് ചെയ്യണം. അപ്പൊ ഇത് ഈ രണ്ട് ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആർ എഫക്റ്റീവ് എന്ന് പറയുന്നത് എന്താന്ന് എഴുതാം, വി ബൈ ഐ ആന്ന് എഴുതിക്കൂടെ. വി ഇൻ ഡിവൈഡഡ് ബൈ ഐ ഇൻ എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു വി ഇൻ ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ ഇൻറ്റു വി ഇൻ ഡിവൈഡഡ് ബൈ ആർ വരും, വിച്ച് ഈസ് ഈക്വൽ ടു ആർ ബൈ ഡി സ്ക്വയർ എന്ന് വരും. നമുക്ക് ഇതിനെ അപ്രോക്സിമേറ്റ് ചെയ്ത് ആർ എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു ആർ ഡിവൈഡഡ് ബൈ ഡി ഡ്യൂട്ടി സൈക്കിൾ ചെയ്തതാണെന്ന് എടുക്കാം. അപ്പൊ ഇവിടെ ഓപ്ഷൻ എന്താണ് വരിക, ഓപ്ഷൻ ഡി ആർ ഡിവൈഡഡ് ബൈ ഡ്യൂട്ടി സൈക്കിൾ ഓം ആവാണ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
The dual converter provides maximum of എത്ര ക്വാഡ്രന്റ് ഓപ്പറേഷൻ ആണ്? ഡ്യുവൽ കൺവേർട്ടർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഡ്യുവൽ കൺവേർട്ടർ എന്ന് പറയുന്നത് എല്ലാ ക്വാഡ്രന്റിലും ഓപ്പറേഷൻ തരും. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി 4 ക്വാഡ്രന്റ് ഓപ്പറേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. മാക്സിമം 4 ക്വാഡ്രന്റ് ഓപ്പറേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ ബി ആണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സ്റ്റെപ്പ് അപ്പ് ചോപ്പർ ഹാസ് ഇൻപുട്ട് വോൾട്ടേജ് 200 വോൾട്ട്. സ്റ്റെപ്പ് അപ്പ് ആണ്. വി ഇൻ ഇസ് ഈക്വൽ ടു 200 വോൾട്ട്. കണ്ടക്ഷൻ ടൈം ഓഫ് തൈറിസ്റ്റർ ഇസ് 300 സെക്കൻഡ്. എന്ന് വെച്ചാൽ ടി ഓൺ എന്ന് പറയുന്നത് 300 സെക്കൻഡ് ആണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഔട്ട് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താണെന്ന് തന്നിട്ടുണ്ട്? 600 വോൾട്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റെപ്പ് അപ്പ് ചോപ്പർ ആയതുകൊണ്ട് തന്നെ വി ഔട്ടിന്റെ ഇക്വേഷൻ എന്താണ്? വി ഇൻ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഡി ആണ്. ഇതിന്ന് ഡിയുടെ വാല്യൂ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. അപ്പോൾ 1 മൈനസ് ഡി ഈക്വൽ ടു വി ഇൻ എന്ന് പറയുന്നത് 200 ഡിവൈഡഡ് ബൈ വി ഔട്ട് 600, 1/3 വരും. ഇംപ്ലൈസ് ഡി ഇസ് ഈക്വൽ ടു 1 മൈനസ് 1/3 വരും അല്ലെ? 1 മൈനസ് 1/3 വരും, വിച്ച് ഇസ് ഈക്വൽ ടു 2/3. അപ്പോൾ ഡ്യൂട്ടി സൈക്കിൾ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഈ ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ടി ഓൺ ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം പീരീഡ് ചെയ്തതാണ് 2/3 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ടി എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് എഴുതാം? ടി ഓൺ ഡിവൈഡഡ് ബൈ 2/3 വിച്ച് ഇസ് ഈക്വൽ ടു 300 ഡിവൈഡഡ് ബൈ 2/3 വരും, വിച്ച് ഇസ് ഈക്വൽ ടു 3 മുകളിലേക്ക് പോകുമല്ലോ. അപ്പോൾ 450, 900ന്റെ ആകുമ്പോൾ 450 സെക്കൻഡ് ആണ് ടി ടോട്ടൽ ടൈം പീരീഡ് വരുന്നത്. ടി ഓൺ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടി ഓഫും കണ്ടുപിടിക്കാൻ അറിയാലോ. ടി ഓഫ് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? ടി മൈനസ് ടി ഓൺ ചെയ്തതായിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു 450ന്ന് 300 മൈനസ് ചെയ്ത്, അതായത് 150 സെക്കൻഡ് ആയിരിക്കും ടി ഓഫ് വരുന്നത്. നമ്മളോട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇഫ് പൾസ് വിഡ്ത്ത് ഈസ് ഹാഫ്ഡ്, പൾസ് വിഡ്ത്ത് നമ്മൾ ഹാഫ് ചെയ്തു, എന്താ കാണാൻ പറഞ്ഞിട്ടുള്ളത്? ന്യൂ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ കണ്ടീഷനിൽ ടി ഓൺ ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ടി ഓൺ ഓൾഡ് ആക്കി, അതായത് ഹാഫ് ഓഫ് 300 ആക്കി എന്നല്ലേ അർത്ഥം? വിച്ച് ഈസ് ഈക്വൽ ടു 150 സെക്കൻഡ് ആയിരിക്കും അല്ലെ? പുതിയ ടി ഓണിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോ ന്യൂ ഡി ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 150 ഡിവൈഡഡ് ബൈ 450 എന്നാവില്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു 1/3 ആണെന്ന് നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ ന്യൂ ഔട്ട്പുട്ട് വോൾട്ടേജ് ന്യൂ വിൽ ബി ഈക്വൽ ടു 200 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/3ക്ക് ഈക്വൽ അല്ലേ? കാരണം ഇൻപുട്ട് വോൾട്ടേജ് 200 ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇവിടെ ഡ്യൂട്ടി സൈക്കിൾ മാത്രമേ മാറിയിട്ടുള്ളൂ. അപ്പോൾ എന്ത് വരും? 200 ഡിവൈഡഡ് ബൈ 2/3 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 300 വോൾട്ട്. അപ്പോൾ ഓപ്ഷൻ ഏതാണ് വരിക? ഓപ്ഷൻ സി 300 വോൾട്ട് ആണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ എ സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ ആണ്, ഫീഡിങ് RL ലോഡ് ആണെന്നുള്ളത് നോക്കുക. ആറിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 2 ഓം ആണ്, എല്ലിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 4 മില്ലി ഹെൻറി ആണ്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 1 കിലോ ഹെഡ്സ് ആണ്, ഡ്യൂട്ടി റേഷ്യോ ഡയറക്ട്ലി തന്നിട്ടുണ്ട് 60% ആണ്, VDC എന്ന് പറയുന്നത് 48 വോൾട്ട് ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ DC ലോഡ് കറണ്ട് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. സ്റ്റെപ്പ് ഡൗൺ ചോപ്പറിന്റെ കേസിൽ എന്താണ്? വി ഔട്ട് ഈക്വൽ ടു ഡി ഇൻറ്റു വി ഇൻ ചെയ്തതായിരിക്കും. ഇവിടുത്തെ കേസിൽ VDC ചെയ്തതായിരിക്കും അല്ലെ? വിച്ച് ഇസ് ഈക്വൽ ടു ഡി എന്ന് പറയുന്നത് എന്താണ്? 60% എന്ന് പറയുമ്പോൾ 0.6 ഇൻറ്റു VDCയുടെ വാല്യൂ എന്താണ്? 48. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരിക 28.8 വോൾട്ട് എന്നാണ്. നമ്മളോട് കാണാൻ പറ്റുന്നത് DC ലോഡ് കറണ്ട് ആണ്, വിച്ച് വിൽ ബി ഈക്വൽ ടു വി ഔട്ട് ഡിവൈഡഡ് ബൈ ആർ ചെയ്തതായിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 28.8 ഡിവൈഡഡ് ബൈ 2 ചെയ്തതായിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 14.4 ആംപിയർ. ഇവിടുത്തെ ഓപ്ഷൻ ഏതാണ് വരിക? ഓപ്ഷൻ ബി 14.4 ആംപിയർ. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് നമ്മൾ കണക്കിലെടുക്കാത്തത് എന്തുകൊണ്ടാണ്? DC ലോഡ് കറണ്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുള്ള DC ഔട്ട്പുട്ട് വോൾട്ടേജ്
ആവറേജ് ചെയ്തിട്ടുള്ളതാണ് 48 വോൾട്ടും തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഇവിടെ കൺസിഡർ ചെയ്യാത്തത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the ripple peak to peak current flowing through filter capacitor of buck converter is found to be 2 ampere ആണ്. Ripple free DC current flow through output load resistance is 10 ampere ആണ്. IDC equal to 10 ampere എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ പീക്ക് കറന്റ് ഫ്ലോ ത്രൂ സെമി കണ്ടക്ടർ സ്വിച്ച് ആണ് ചോദിച്ചിട്ടുള്ളത്. പീക്ക് കറന്റ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? വിൽ ബി ഈക്വൽ ടു DC പ്ലസ് റിപ്പിൾ പീക്ക് ടു പീക്ക് ആയതുകൊണ്ട് ഡിവൈഡഡ് ബൈ 2 കൂടെ ചെയ്യേണ്ടി വരും. അപ്പോഴല്ലേ ഒരു സൈഡിലേക്കുള്ളത് കിട്ടാം. അപ്പൊ ഇവിടെ എന്ത് വരും? 10 പ്ലസ് 2 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 10 പ്ലസ് 1 ഇസ് ഈക്വൽ ടു 11 ആംപിയർ വരും. ഇവിടെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. Now the last question is, the gate signal for the switching of a buck converter is shown below. Determine output voltage of converter if input voltage is 100 volt. Input voltage 100 volt ആണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും എന്താണ്? ഡ്യൂട്ടി റേഷ്യോ ആണ്. ഡ്യൂട്ടി റേഷ്യോയുടെ ഇക്വേഷൻ എന്താണ്? ടി ഓൺ ഡിവൈഡഡ് ബൈ ടി ആണ്. ടി ഓൺ എന്ന് പറയുന്നത് എന്താണ്? 30 ആണ്. കാരണം 10 to 40 ആണ് ചെയ്യുന്നത് അല്ലെ. ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് 110 10 മൈനസ് ചെയ്തതായിരിക്കും. വിച്ച് ഈസ് ഈക്വൽ ടു 30 ഡിവൈഡഡ് ബൈ 100 വരും. 0.3 ആണ് ഡ്യൂട്ടി സൈക്കിൾ വരുന്നത്. അങ്ങനെയാണെങ്കിൽ വി ഔട്ട് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഡി ഇൻറ്റു വി ഇൻ ചെയ്യുക, വിച്ച് ഈസ് ഈക്വൽ ടു 0.3 ഇൻറ്റു 100 വിച്ച് ഈസ് ഈക്വൽ ടു 30 വോൾട്ട്. ഓപ്ഷൻ എന്ത് വരും? ഓപ്ഷൻ ബി 30 വോൾട്ട് ആണ് ആൻസർ വരിക. അപ്പൊ ഇത്രയാണ് നമുക്ക് DC ചോപ്പർ എന്നുള്ള പോർഷനിൽ നിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്ത തിയറിയിലോ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ക്വസ്റ്റ്യൻസിലോ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.